ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം മാത്രമാക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്തേക്കും. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് ശുപാർശ നൽകി. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏകീകൃത നിറം നൽകിയ നടപടി മാറ്റാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. ബസ്സിന് പല നിറങ്ങളാകാമെന്നാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലപാടെടുത്തത്. പുതിയ ശുപാർശ അതോറിറ്റി സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ നിറവും റോഡ് സുരക്ഷയും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രധാന കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ വെള്ള നിറം മാറ്റി മറ്റു നിറങ്ങൾ നൽകാൻ അനുമതി നൽകാനുള്ള ശുപാർശ. ഏകീകൃത വെള്ള നിറം വിനോദസഞ്ചാരത്തെ ബാധിക്കുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു. നിറമാറ്റം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സർക്കാർ നിലവിലുള്ള മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. 2022 ഒക്ടോബറിൽ വടക്കാഞ്ചേരി ബസ് അപകടത്തിൽ 5 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേർ മരിച്ചതിന് പിന്നാലെയാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ പ്രേമികൾക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 അവതരിപ്പിക്കുന്നു. ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകളാണ് നൽകുക. ജൂൺ 15 മുതലാണ് പദ്ധതി ആരംഭിക്കുക. ഓരോ മത്സരത്തിലും ഒരു ടീം നേടുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ശതമാനം വിലക്കിഴിവാണ് അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നത്തിന് ലഭിക്കുക. ഉദാഹരണത്തിന്, ഒരു മത്സരത്തിൽ ബ്രസീൽ 3 ഗോൾ നേടിയാൽ ശബരി മഞ്ഞൾ പൊടിക്ക് അടുത്ത മത്സരം ആരംഭിക്കുന്നതുവരെ 3% വിലക്കിഴിവ് ലഭിക്കും. ഷൂട്ടൌട്ടിൽ നേടുന്ന ഗോളുകൾ ഇതിനായി പരിഗണിക്കില്ല. ഓരോ ടീമിന്റെ വിലക്കിഴിവ് നിരക്ക് ആ ടീമിന്റെ അടുത്ത മത്സരം ആരംഭിക്കുന്നവരെ മാത്രമായിരിക്കും പ്രാബല്യത്തിലുണ്ടാവുക. തുടർന്ന് പുതിയ മത്സരത്തിലെ ഗോൾ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിലക്കിഴിവ് പുതുക്കി നിശ്ചയിക്കും. ഒരു ടീം ലോകകപ്പിൽ നിന്നും പുറത്താകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഓഫറും അവസാനിക്കും. ബ്രസീൽ, ജർമ്മനി, നെതർലാൻഡ്, സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ക്രൊയേഷ്യ, മൊറോക്കോ എന്നീ ടീമുകളാണ് സപ്ലൈകോ 11 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെതർലാൻഡ് സാമ്പാർ പൊടി, സ്പെയിൻ പുട്ടുപൊടി, അർജന്റീന പായസം മിക്സ്, ബെൽജിയം സൂപ്പർ ഫൈൻ ടെസ്റ്റ് ടീ, പോർച്ചുഗൽ മുളകുപൊടി, ക്രൊയേഷ്യ വെളിച്ചെണ്ണ, ഇംഗ്ലണ്ട് ഉപ്പ്, മൊറോക്കോ ഹോട്ടൽ ബ്ലെൻഡ് ടീ, ഫ്രാൻസ് ഗോൾഡ് ടീ എന്നിവയാണ് ടീമുകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നങ്ങൾ. ഈ 11 ടീമുകൾ ഏതെങ്കിലും ഒരു ടീം ലോകകപ്പ് നേടുകയാണെങ്കിൽ ആ ടീമുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് അധിക വിലക്കുറവിൽ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഇതര സംസ്ഥാന യാത്രകൾ മുടങ്ങിയിട്ട് 3 ആഴ്ച. സംസ്ഥാനത്തിന് പുറത്തു പോകാൻ താൽക്കാലിക പെർമിറ്റ് എടുക്കുന്ന ബസ്സുകളുടെ റോഡ് നികുതി ഇളവ് നൽകുന്ന ഉത്തരവ് വൈകുന്നതാണ് കാരണം. KSRTCയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് BTC സർവീസുകൾ. മാർച്ച് 31-നാണ് KSRTCക്കുള്ള റോഡ് നികുതി ഇളവ് അവസാനിച്ചത്. ശേഷം 45 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ പുതിയ ഉത്തരവ് ഇറങ്ങാതെ വന്നതാണ് പ്രശ്നത്തിന് കാരണം. കഴിഞ്ഞ മെയ് 14-ന് ശേഷം വിവിധ ഡിപ്പോകളിൽ നിന്നായി കുറഞ്ഞത് 50ഓളം യാത്രകൾ റദ്ദാക്കിയിട്ടുണ്ട്. മധുര, രാമേശ്വരം, കൊടൈക്കനാൽ, ഊട്ടി തുടങ്ങിയ സർവീസുകളാണ് മുടങ്ങിയത്. ബസ്സുകൾക്ക് നികുതി ഇളവ് ആവശ്യപ്പെട്ട് KSRTC സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. BTC ഇതര സംസ്ഥാന യാത്രകൾ മാറ്റിവെക്കുന്ന എന്ന രീതിയിലാണ് ബുക്ക് ചെയ്ത യാത്രക്കാരെ അറിയിച്ചത്. എന്നാൽ യാത്രകൾ റദ്ദായ രീതിയിലാണ് നിലവിലെ അവസ്ഥ. അവധിക്കാലത്തെ യാത്രയ്ക്ക് ബുക്ക് ചെയ്തവരും ജോലിയിൽ നിന്നും അവധിയെടുത്തവരും പ്രയാസത്തിലായിരുന്നു. നികുതി ഇളവ് അനുവദിച്ചാൽ മാത്രമേ പെർമിറ്റ് പുതുക്കി കേരളത്തിന് പുറത്തേക്ക് പുതിയ യാത്രാ തീയതികൾ പ്രഖ്യാപിക്കാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. E. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോമാൻ E. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽവേ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പഠിച്ച ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായ 4-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. റെയിൽവേ മേഖലയിലെ വിദഗ്ധൻ J. വിനയൻ, ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ C. വീരമണി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് സമിതിയിലുള്ളത്. റെയിലിനെ ശക്തമായി എതിർത്ത പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു ശ്രീധർ രാധാകൃഷ്ണൻ. പാരിസ്ഥിതിക ആഘാതം പഠിക്കാതെ ശ്രീധരന്റെ പദ്ധതി നടപ്പാക്കരുതെന്ന് റെയിൽ വിരുദ്ധ സമിതിയും ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 15 ദിവസത്തിനുള്ളിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.